ആനയ്ക്ക് ഇത്ര വലിയൊരു താരപരിവേഷം കിട്ടുന്നത് നമ്മുടെ അപ്പൊ ഗോകുൽ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഗോകുലെ, എങ്ങനെയുണ്ട് രാമന്റെ ഒരുക്കങ്ങൾ? ഇന്നലെയൊക്കെ ഇപ്പോൾ പലയിടങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് രാമനെ കാണാൻ നെയ്തലക്കാവ് തെച്ചിക്കോട്ടുകാവിലേക്കൊക്കെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. എങ്ങനെയാ രാമൻ ഒരുങ്ങിക്കഴിഞ്ഞോ? രാമൻ ഒരുങ്ങുകയാണ്. ചെമ്പൂക്കാവിന്റെ തിടമ്പേറ്റി പൂരനഗരിയിലേക്ക് എത്താനായിട്ട് രാമൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞാൻ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തിയിട്ട് അപ്പം തന്നെ ഇവിടേക്ക് രാമനെ കാണാനായിട്ട് ആൾക്കാരെത്തി. രാമൻ എത്തിയത് 6 മണിയായിട്ടാണ്. പക്ഷെ അതിന് മുൻപ് 1 മണിക്കൂർ മുമ്പ് തന്നെ ആളുകൾ രാമനെ കാണാനെത്തി. രാമൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ രാമൻ വന്നതോടുകൂടി നിങ്ങളുടെ ഒരു ഉത്സവത്തിന്റെ അല്ലെങ്കിൽ പൂരത്തിന്റെ മാറ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. തീർച്ചയായിട്ടും അതെ. ഇത് ഞാൻ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഇതൊരു ദൈവനിയോഗമാണ്. ചെമ്പൂക്കാവ് ശ്രീ കാർത്തികേയൻ ഭഗവതി ചടമ്പുമായിട്ട് പ്രത്യേകിച്ച് രാമനുമായിട്ട് ആണ് ഭഗവതി പ്രശ്നം തെക്കേ ഗോപുരം കടക്കുന്നത്. എന്താണെങ്കിലും ചെമ്പൂക്കാവ് ശ്രീ കാർത്തികേയൻ ഭഗവതിയെ സംബന്ധിച്ച് ജനങ്ങളിൽ അറിയപ്പെടുകയാണ്. ഒരു 5 മണിക്ക് എന്നോട് ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളിവിടെ ആന ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ജനങ്ങളത് അംഗീകരിക്കില്ല. നിങ്ങളെവിടെയോ മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണെന്നൊക്കെയാണ് ഒരു കാഴ്ച. രാമൻ വന്ന വണ്ടിയുടെ ഹോണടി അപ്പുറത്തുനിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്തുനിന്ന് റോട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ തന്നെ ഇവിടുന്ന് ആളുകൾ ഓടി. അത് ഇന്നലെ രാത്രി മുതൽ ഒരു ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് രാമൻ എവിടെ നിൽക്കും. അപ്പം രാമനോടുള്ള ഒരു എന്താ പറയുക, ആൾക്കാരുടെ പ്രത്യേക താല്പര്യമാണ് ആ കാണുന്നത്. കണ്ടോ ഈ നിമിഷം ഈ ആളുകൾ മുഴുവൻ രാമനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒഴുകി വന്നതാണ്. അത്രയധികം ആരാധകർ ഈ രാമനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടുന്ന് വന്ന രാമനെ കാണാൻ വേണ്ടി വന്നാണോ? അതെ, ഗോവയിൽ രാമനെ കാണാൻ വേണ്ടി മാത്രം വന്നു. പ്രത്യേകിച്ച് രാമനെ കാണാനായിട്ട് പൂരവും ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് രാമനെ ഭയങ്കരമായിട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിൽ എവിടെയാണ് സ്ഥലം? തൃശ്ശൂർ. രാമനെ കാണാൻ വേണ്ടി നേരത്തെ തന്നെ എത്തി. രാവിലെ 6 മണിക്ക് മുന്നേ എത്തി. ഇത് ഒട്ടും അത്ഭുതപ്പെടാനില്ല ദിവീഷ്. കാരണം ഈ രാമൻ എന്ന് പറയുന്നത് അഴകളവുകൾ ഒത്തിണങ്ങിയ ഒരു ആനയാണ്. ഈ ശരി ഗോകുലെ, അങ്ങനെ ആരാധകർ രാമനെ കാണാൻ കാത്തു നിൽക്കുന്നതാണ്.